നമ്മളിപ്പോ എല്ലാ ഏരിയയിലും ഹൈജീനെ കുറിച്ച് പറയും. അതുപോലെ നമ്മളിപ്പോ പറയുന്ന ഒരു ടേമാണ് സ്ലീപ്പ് സ്ലീപ്പ് ഹൈജീൻ. ഹൈജീൻ. എന്താണ് ആക്ച്വലി സ്ലീപ്പ് ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ലീപ്പ് ഹൈജീൻ കൊണ്ടുള്ള നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ നമ്മൾ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഉം, ഉറക്ക സംബന്ധമായിട്ട് അസുഖങ്ങൾ വരാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഉം, നമ്മുടെ ജീവിത രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുന്നതോ അതിനാണ് നമ്മൾ സ്ലീപ്പ് ഹൈജീൻ കൊണ്ട് ഉം, ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു പേഷ്യൻറ്റ് കൃത്യസമയത്ത് കിടക്കണം, ഉം. കൃത്യസമയത്ത് ഉറക്കം എഴുന്നേൽക്കണം, ഒരു ഫിക്സഡ് ടൈം നമ്മൾ ഉറങ്ങാനും എണീക്കാനും ഉണ്ടാക്കും, ഓ. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഉം, പിന്നെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉം, ഹെവി മീൽസ് അവോയ്ഡ് ചെയ്യുക. ഉം, പിന്നെ ആൽക്കഹോൾ ഇൻടേക്ക് ഉള്ളത് ഒഴിവാക്കുക, ഉം, സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ ഒഴിവാക്കുക, ഉം, കഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ്, അതിപ്പം ചായ ആണെങ്കിലും ശരി, കോഫി ആണെങ്കിലും ശരി, ഉം, അത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അവോയ്ഡ് ചെയ്യുക. ഉം, പിന്നെ രാത്രി നമ്മൾ കിടക്കുന്ന റൂം എപ്പോഴും ക്വയറ്റ് റൂം ആയിരിക്കണം, കാം ആയിരിക്കണം. ഉം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടുന്ന രീതിയിലുള്ള റൂം ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഉം, പിന്നെ നമ്മുടെ പൊസിഷൻ, നമ്മളെപ്പോഴും തല കുറച്ചൊന്ന് പൊന്തിച്ച് വെച്ചിട്ട് കിടക്കുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. ഉം. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ ഡിവൈസസ് ഉപയോഗിക്കുന്നത്, നമ്മളെ ലൈറ്റുള്ള ഡിവൈസ്, മൊബൈലും ടാബ് സ്ക്രീനൊക്കെ ഉപയോഗിക്കുന്ന അവോയ്ഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 1 hour മുമ്പേ തന്നെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഉറക്കത്തിന് മുന്നേ നമ്മൾ ഇപ്പം ഒരു പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, വൈകിട്ടൊക്കെ ഒരു ഈവനിങ് വാക്ക് പോകുക, നമുക്ക് ആ ടയർഡ്നെസ് കൊണ്ട് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. ഇതൊക്കെയുള്ള അടങ്ങിയിട്ടുള്ള ഒരു ജീവിതശൈലി മാറ്റത്തിനാണ് നമ്മൾ സ്ലീപ്പ് ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ലീപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ, കാരണം സ്ലീപ്പ് ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ പെർഫോമൻസ് നമ്മൾ അഫക്ട് ചെയ്യും. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന മാറ്റമല്ല, ഓവർ ദ ഡേയ്സ് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഉണ്ടാകുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് നമുക്ക് പല ഇഷ്യൂസുകളായിട്ട് അത് വരാൻ തുടങ്ങും. ഡോക്ടർ, മറ്റൊരു സംശയം. ഈ ഭയങ്കരമായിട്ട് കൂർക്കം വലി ഉള്ള ഒരാൾക്ക് മെഡിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. തീർച്ചയായും. അതല്ലാതെ അയാൾക്ക് ലൈഫിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും പൊതുവെ? നമ്മൾ ഈ കൂർക്കം വലി കൊണ്ടുണ്ടാകുന്ന സോഷ്യൽ ഇഷ്യൂ ആയിട്ട് നമുക്കതിന് കൺസിഡർ ചെയ്യാം. അതിനുകൊണ്ട് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ പുവർ പെർഫോമൻസ്. അതിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഓഫീസിലൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സ്കൂൾ പെർഫോമൻസിനെ ബാധിക്കുന്നു. അതൊരു മെയിൻ സോഷ്യൽ ഇഷ്യൂ ആണ്. പിന്നെയുള്ളത് റോഡ് ട്രാഫിക് ആക്സിഡന്റ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഡ്രൈവേഴ്സ് പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു, തലേന്ന് രാത്രിയിലൊക്കെ ശരിക്കും ഉറങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഡേ ടൈമിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാകുന്ന ആക്സിഡന്റുകൾ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു സോഷ്യൽ ബുദ്ധിമുട്ട്. പിന്നെ ഈ ഒരു കൂർക്കം വലി എല്ലാവർക്കും ഈ മെഡിക്കൽ എക്സ്പെൻസസ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂർക്കം വലിയുള്ള ആൾക്ക് മറ്റ് മെഡിക്കൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടും. അത് കൂടുതൽ ഹെൽത്ത് കെയർ എക്സ്പെൻസസ് കൂടാൻ ചാൻസ് ഉണ്ടാവും. ഡോക്ടർ, പല അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ നമ്മൾ പറയുമല്ലോ. കൂർക്കം വലി ഭാവിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ കൂർക്കം വലി കൊണ്ടുണ്ടാവുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ ലൈഫ് സ്റ്റൈൽ അസുഖമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളാണ് ഇത് വരാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് വരുന്നത് എക്സസൈസ്. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുക. അത് എയറോബിക് ആവാം, അനോറോബിക് ടൈപ്പ് എക്സസൈസ് ആവാം, വാക്കിങ്ങിന് പോവുക, ജോഗിങ്ങിന് പോവുക, റണ്ണിങ് ചെയ്യുക. ഡെയിലി എക്സസൈസ് നമ്മളത് റൂട്ടീൻ ഷെഡ്യൂൾ ഉൾപ്പെടുത്താം. പിന്നെ ഡയറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഡയറ്റിൽ നമ്മൾ കൂടുതലും കൊഴുപ്പടങ്ങുന്ന ഭക്ഷണം ഒഴിവാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡയറ്റ് ഷെഡ്യൂൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് എപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന രീതിയിൽ കൂടുതൽ ഒബീസിറ്റി ആവാതെയും ഓവർ വെയിറ്റ് ആവാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. പിന്നെ സ്ലീപ്പ് ഹൈജീൻ, നമ്മൾ എപ്പോഴും ഉറങ്ങുന്നത് കൃത്യസമയത്ത് ഉറങ്ങാൻ നോക്കുക. ഉറങ്ങുന്ന റൂം എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് റൂം ആയിരിക്കണം. ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് സ്റ്റിമുലൻസ് ആയിട്ടുണ്ടാകുന്ന കഫീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, ആൽക്കഹോൾ, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, സ്ക്രീൻ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ബെറ്റർ ആവും. അപ്പം അതും നമുക്ക് കൂർക്കം വലി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ കൂർക്കം വലി ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. പലപ്പോഴും നമുക്ക് നാട്ടിലെ കൂർക്കം വലിയുടെ പ്രിവലൻസ് ഇത്രയും കൂടുതലാണെങ്കിൽ പോലും, ഇപ്പം നമ്മുടെ സ്റ്റഡീസ് പറയുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 40 to 60 ഏജിനിടയിൽ വരുന്ന ഒരു 10% ആൾക്കാർക്ക് കൂർക്കം വലി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്ന കാണിക്കുന്നത്. അതായത് 40-നും 60-നും ഇടയിലാണ് ഒരാൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു 10 പേരെ നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ 4 പേർക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്. ഇത് പലപ്പോഴും അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്. പല ആൾക്കാർ ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട്, അതായത് ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കാത്ത ആൾക്കാരുണ്ട്. അത് അണ്ടർ ഡയഗ്നോസ് ആയിട്ടുള്ള കാര്യങ്ങളും മാറ്റണം. ഒരു മെഡിക്കൽ ഹെൽപ്പ് നേടണം, ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ അതിൻ്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കും. അവർ പലപ്പോഴും ചെറിയൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. കാരണം വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ കൂർക്കം വലി ബെറ്റർ ആവുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അവർക്ക് മറ്റ് നോൺ മെഡിക്കൽ ട്രീറ്റ്മെന്റോ സർജിക്കൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റോ ഒന്നും അവർക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പം വെയിറ്റ് റിഡക്ഷനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ, കൂർക്കം വലിക്ക് നമ്മൾ സർജറി ഉണ്ടെന്ന് പറഞ്ഞു ആസ് എ ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ സർജറി എത്രത്തോളം വലുതാണ്, എത്ര സമയം എടുക്കുന്ന പ്രോസസ്സാണ്, അതിന്റെ പ്രൊസീജിയർ ഒന്ന് പറയാമോ? സർജറി കൂർക്കം വലിക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ ട്രീറ്റ്മെന്റ് ലാസ്റ്റ് ഒരു 10-15 years ആയിട്ട് സർജറി ഫോർ സ്നോറിങ് വളരെ ഒരു ഇമർജിംഗ് ആയിട്ടുണ്ടാകുന്ന ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ ENT വരുന്ന ഒരു സർജിക്കൽ മെത്തേഡാണ്. അതെപ്പോഴാണ് ചെയ്യുകയെന്ന് വെച്ചാൽ പേഷ്യൻസ് ഇപ്പോൾ നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ഒക്കെ ചെയ്തിട്ട് പേഷ്യൻറ്റിന് സിവിയർ ആയിട്ട് കൂർക്കം വലി ഉണ്ട്, അല്ലെങ്കിൽ സിവിയർ അപ്നിയ ഉണ്ട്, സിവിയർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ട് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ സർജിക്കൽ ഇതിനെ ടാക്കിൾ ചെയ്യാൻ നോക്കും.
ചില പേഷ്യൻസ് CPAP മെഷീൻ ഉപയോഗിച്ചിട്ടും അവർക്ക് അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ 6 മാസം CPAP മെഷീൻ ഉപയോഗിച്ചു അവർക്ക് ബെറ്റർ ആവുന്നില്ല. അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് കോംപ്ലയൻസ് റേറ്റ് കുറവാണ്, അവരത് ഉപയോഗിക്കുന്നില്ല, മെഷീൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നില്ല. അത്തരം കേസുകളിൽ നമ്മൾ സർജറി പ്ലാൻ ചെയ്യും. അപ്പോൾ സർജറിയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ എവിടെയാണ് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. മൂക്ക് മുതൽ തൊണ്ട വരെയുള്ള ഭാഗത്ത് എവിടെയാണോ ബ്ലോക്ക് ഉള്ളത്, അതിപ്പോൾ മൂക്കിൻ്റെ പാലം വളവാണെങ്കിൽ മൂക്കിൻ്റെ പാലം ശരിയാക്കി കൊടുക്കും. മൂക്കിലെ മാംസദശ വലിപ്പം ഉണ്ടെങ്കിൽ മാംസദശ കരിച്ചു കൊടുക്കുക, ചെറുതാക്കി കളയുക. ചില അലർജിയുള്ള ആൾക്കാർക്ക് മൂക്കിനകത്ത് പോളിപ്സ് ഉണ്ടാവാറുണ്ട്, നീസൽ പോളിപ്പ് എന്ന് പറയും, അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തൊണ്ടക്കകത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ പല ആൾക്കാർക്കും, കുട്ടികളാണ് ടോൺസിൽസ് കൂടുതലുണ്ടെന്നെങ്കിൽ പോലും വലിയവർക്കും ടോൺസിൽസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അത് വലിയ ടോൺസിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. വേറൊരു ഭാഗമാണ് നമ്മുടെ അണ്ണാക്കും ചെറുനാവും. അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ സർജറി ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഈ പല മെത്തേഡുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം പേഷ്യൻസിന് ഉണ്ടാകുന്ന വേറൊരു നമ്മൾ കൊടുക്കേണ്ട ഒരു സജഷൻ എന്ന് വെച്ചാൽ, സർജറി ഒരിക്കലും 100% പേഷ്യൻറ്റിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കില്ല. ഒരു ഒബീസ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് സർജറി ചെയ്തു, നാളെ മുതൽ ഞാൻ കൂർക്കമ്പലി വലിക്കില്ല ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതൊരു മൾട്ടി ഡയമെൻഷൻസ്, ഒരുപാട് കാരണങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അവർ വെയിറ്റ് കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം, അതിൻ്റെ കൂടെ ഡയറ്റ് ചേഞ്ചസ് ഉണ്ടാക്കണം. സർജറി അവരെ ആ ഒരു റിക്കവറിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതായത് സർജറി ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ കൂർക്കമ്പലി മാറി. ഇപ്പോൾ പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട്, ഇന്ന് രാവിലെ സർജറി ചെയ്തു, പിറ്റേ ദിവസം രാവിലെ പേഷ്യൻസ് റൗണ്ട്സിൽ പോയി കാണിക്കുന്നവർ ചോദിക്കും, സാറേ അവർ ഇന്നലെയും കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു പറയും. പക്ഷെ അപ്പോൾ നമ്മൾ പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കണം. ഇതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള റിക്കവറിയാണ്. ആ മുറിവും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് വരാൻ വേണ്ടി 2 to 3 months എടുക്കും. അപ്പോഴാണ് നമുക്ക് ആ എഫക്ട് കാണാൻ പറ്റുക. അതിൻ്റെ കൂടെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് റിക്കവറി നമുക്ക് കിട്ടും. അപ്പൊ കൂർക്കമ്പലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങളുടെ മറുപടി വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഡോക്ടർ അശ്വിൻ ചന്ദ്രൻ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.